അങ്ങനെ പഞ്ചാബ് വീണ്ടും തോറ്റു, പോയിന്റ് ടേബിളിൽ 4ാമത്. സീസണിന്റെ തുടക്ക സമയങ്ങളിലെ പ്രകടനം കണ്ടപ്പോൾ ടേബിൾ ടോപ്പർമാരായി ഫിനിഷ് ചെയ്യുമെന്ന് കരുതിയ പഞ്ചാബിന്റെ സ്ഥിതിയാണിത്. നിലവിൽ 12 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റാണ് പഞ്ചാബിനുള്ളത്. പഞ്ചാബിന്റെ ഈ തോൽവിയോടെ കോളടിച്ചിരിക്കുന്നത് രാജസ്ഥാനും ചെന്നൈക്കുമാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ ഈ രണ്ട് ടീമുകൾക്കും ജയിക്കാൻ കഴിഞ്ഞാൽ പഞ്ചാബിനെ പിന്തള്ളി പ്ലേ ഓഫിലേക്ക് കയറാനാകും. നിലവിൽ ചെന്നൈക്കും രാജസ്ഥാനും 11 മത്സരങ്ങൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ടേബിളിൽ ആദ്യ 4 സ്ഥാനങ്ങളിലുള്ള എല്ലാ ടീമുകൾക്കും 12 മത്സരങ്ങൾ കഴിഞ്ഞിട്ടുമുണ്ട്. ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഇവർ ജയിക്കുകയാണെങ്കിൽ പഞ്ചാബ് പുറത്താകുകയും ഈ രണ്ട് ടീമുകളിൽ ആരെങ്കിലും ഒരാൾ നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്ലേ ഓഫ് കളിക്കുകയും ചെയ്യും. നിലവിൽ ബാംഗ്ലൂരും ഗുജറാത്തും മാത്രമാണ് ഇപ്പോൾ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. സൺറൈസേഴ്സിന് പോലും ഇനിയുള്ള ഓരോ മത്സരങ്ങളും നിർണായകമാണ്. ഇതിൽ ഇനിയൊരു മത്സരം ഹൈദരാബാദും ചെന്നൈയും തമ്മിലാണെന്നുള്ളതാണ് ആവേശകരമായ കാര്യം. ഈ മത്സരത്തിന്റെ റിസൾട്ട് ആയിരിക്കും ആരായിരിക്കണം പ്ലേ ഓഫ് കളിക്കണമെന്ന് തീരുമാനിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രാജസ്ഥാനേക്കാൾ നെറ്റ് റൺ റേറ്റ് കൂടുതൽ ചെന്നൈക്കാണ്. ഇനിയുള്ള 2 മത്സരങ്ങളിൽ പഞ്ചാബ് തോക്കുകയും ബാക്കിയുള്ള മത്സരങ്ങളിൽ ചെന്നൈ ജയിക്കുകയും അതിനു പുറമെ രാജസ്ഥാൻ റോയൽസ് വൻ മാർജിനിൽ ജയിക്കാതിരിക്കുകയും ചെയ്താൽ ചെന്നൈക്ക് പ്ലേ ഓഫിലെത്താം.